Which of the following is the least indication for hospitalization in schizophrenia? Diagnostic clarification, stabilization of medication, patient safety purposes, for educating the patient. So which of the following is the least indication? ഏറ്റവും കുറഞ്ഞ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രീനിയ അഡ്മിറ്റ് ആകാനുള്ള കാരണങ്ങളിൽ ഏറ്റവും കുറവ് ഏതാണെന്നാണ് ഓപ്ഷൻ. അത് നിങ്ങൾ കറക്റ്റ് ആക്കി എടുക്കണം കേട്ടോ. സ്കിസോഫ്രീനിയ ആയിട്ട് അഡ്മിറ്റ് ആകാനുള്ള കാരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കാരണം ഏതാണെന്നാണ്. യെസ്, എല്ലാവരും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർ നമുക്ക് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? സൈക്കോസിസിലായിരിക്കും മിക്കവാറും പേഷ്യന്റ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഹാലുസിനേഷൻ ഉണ്ടാകാം, ഡെലൂഷൻ ഉണ്ടാകാം അല്ലെ. ഹാലുസിനേഷൻ, ഡെലൂഷൻ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ പേഷ്യന്റ് വരാം. ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കാം, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ വരാം. ഈ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ നമുക്ക് F20 എന്ന് പറയും. F20 എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ. F30 എന്ന് പറഞ്ഞാൽ മാനിയാണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. F20 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രാഗ്മെന്റഡ് മൈൻഡ് എന്ന് പറയാം. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറയാം. ഫ്രാഗ്മെന്റഡ് മൈൻഡ് ആണ് സ്കിസോഫ്രീനിയ. മോസ്റ്റ് ക്രോണിക് കോംപ്ലക്സ് ചലഞ്ചിങ് സൈക്യാട്രിക് ഡിസോർഡർ that affects a person think, feel, behave. It is a most chronic, complex, challenging psychiatric disorder that affects a person thinking, feeling and behaving. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ. സോ ഡെലൂഷൻ, ഹാലുസിനേഷൻ, ഇംപേർഡ് സൈക്കോസോഷ്യൽ തിങ്കിങ് എല്ലാം ഉണ്ടാകാം. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറയാം, പാത്തോഫിസിയോളജി എന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ജനറ്റിക് ഫാക്ടേഴ്സ് പ്ലസ് എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരിന്റെ ആർക്കെങ്കിലും ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ജീന് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതുപോലെ എൻവോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പുവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെ. അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കലൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാം. നമ്മൾ ഈ ഫാക്ടറിയുടെ ഒക്കെ അങ്ങനെ സ്ലം ഏരിയയിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെ കൂടുതലും പ്രശ്നം ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ച് വലിയ ഹൈ ക്ലാസ് ആളുകൾക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് ഉണ്ടാകുകയല്ലെന്നല്ല, കൂടുതലും ചാൻസ് ആണ്. അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു, പ്ലസ് സൈക്കോ സോഷ്യൽ, ഒരു പ്രീവിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സ്ലം ഏരിയയിലൊക്കെ ജീവിക്കുന്നവർ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരിൽ ന്യൂറോ ഡെവലപ്മെന്റൽ അബ്നോർമാലിറ്റീസ് വരികയാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഞാൻ ഇവിടെ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി തരാം. എന്താണ് ഈ ന്യൂറോ ഡെവലപ്മെന്റൽ അബ്നോർമാലിറ്റി? ന്യൂറോ ഡെവലപ്മെന്റൽ അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ തിന്നർ കോർട്ടക്സ് ഉണ്ട്. അതായത് കോർട്ടക്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ലോബ്സിന്റെ, അതായത് സാധാരണ നമുക്ക് ഇതിങ്ങനെ ബ്രെയിനാന്ന് വിചാരിക്കാം. ഇത് ബ്രെയിനാണ്, ഇവിടെ ഒരു ഭാഗമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ എന്താ പറയാ, ഈ ഗൈറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഗൈറി. അപ്പൊ ഈ ഗൈറിയുടെ ഈ ഭാഗത്ത് വളരെ തിന്നറായിട്ട് വരിക. ഈ ഭാഗം വളരെ തിന്നറായിട്ട് വരിക. നമ്മളിങ്ങനെ സാധാരണ MRI എടുക്കുമ്പോൾ ഇങ്ങനെയല്ല വരിക. സാധാരണ MRI എടുക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലെ. ഈ ഒരു രീതിയിലൊക്കെ വരുള്ളൂ. ഈ ഒരു രീതിയിലാണ് വരുന്നതായിരിക്കാം MRI. പക്ഷെ ഇവിടെ വളരെ ഇതിനിടയിൽ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് തിന്നർ കോർട്ടക്സ് ആണ് വരിക. തിന്നർ കോർട്ടക്സ്, എസ്പെഷ്യലി ഇൻ ദ ഫ്രണ്ടോ ടെമ്പോറൽ ലോബ്. ഫ്രണ്ടൽ ആൻഡ് ടെമ്പോറൽ ലോബില്
തിന്നർ കോർട്ടക്സ് വരാം. ഓക്കെ, അതുപോലെ അത് പിന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ അബ്നോർമാലിറ്റീസ് വരാം. തിന്നർ കോർട്ടക്സ് വന്നു ഫ്രണ്ടോ ടെമ്പോറൽ ഏരിയയില്, അത് ലീഡ്സ് ടു ബ്രെയിൻ ഡിസ്ഫങ്ഷൻ. ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഡിസ്ഫങ്ഷൻ, ഇംപ്രോപ്പർ ബാലൻസ് ഓഫ് ദി കെമിക്കൽസ്. നമുക്ക് അറിയാം ഡോപ്പാമിനർജിക് ആക്ടിവിറ്റീസ്. ആ ഡോപ്പാമിന്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ വല്ലാണ്ട് കൂടുമ്പോഴാണ് ഈ സൈക്കോസിസ് വരുന്നത്. ഡോപ്പാമിനർജിക് ഹൈപ്പർ ആക്ടിവിറ്റി, ഡോപ്പാമിനർജിക് ഹൈപ്പോ ഫങ്ഷൻ ഇൻ ഫ്രണ്ടോ ടെമ്പോറൽ റീജിയൻ. ഇപ്പൊ ഡോപ്പാമിനർജിക് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് F20 അല്ലെങ്കിൽ സ്കിസോഫ്രീനിയയിലേക്ക് ഫൈനലി വരുന്നത്. മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പാരനോയിഡ് ആണ്. പാരനോയിഡ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ. മോസ്റ്റ് കോമൺ ടൈപ്പ് പാരനോയിഡ് ആണ്. സാധാരണയായിട്ട് സൂയിസൈഡൽ ടെൻഡൻസി വരാറുണ്ട് പാരനോയിഡില്, ഡെലൂഷൻസ് വരാറുണ്ട്. ഈ പാരനോയിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 40 വയസ്സിന് ശേഷമായിരിക്കും ഇത് വരുന്നത്, ലേറ്റർ ഏജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്കിസോഫ്രീനിയ ഒക്കെ എന്ന് പറഞ്ഞാല് വൈകി വരുന്നത് കൊണ്ട്, ഇപ്പൊ ഒരു 40 വയസ്സിന് ശേഷം വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള, നമുക്ക് മെഡിസിനിൽ കൺട്രോൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാരനോയിഡ് മോസ്റ്റ് കോമൺ ആണ്. അതുപോലെ മോസ്റ്റ് ട്രീറ്റബിൾ സ്കിസോഫ്രീനിയ ടൈപ്പ് ആണ് പാരനോയിഡ്. അപ്പോൾ ഹാലുസിനേഷൻ, ഡെലൂഷൻ ഉണ്ടാകാം. ലേറ്റർ ഏജിൽ വരുന്നതായിരിക്കാം പാരനോയിഡ്. എബിഫ്രീനിക് എന്ന് പറഞ്ഞാൽ അത് ബിഹേവിയർ ഈസ് ഡിസോർഗനൈസ്ഡ്. ബിഹേവിയറിന് ഡിസോർഗനൈസേഷൻ വരാം എബിഫ്രീനിക്ക്. ഏജ് 15 to 25 ആണ്. ഏജ് എത്രയാണ്? 15 to 25 ആണ്. ഡിഫിക്കൽട്ട് തോട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എബിഫ്രീനിക്ക് സ്കിസോഫ്രീനിയയില് അവർക്ക് അവരുടെ ചിന്താശക്തി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാറ്ററ്റോണിക് എന്ന് പറഞ്ഞാൽ അത് കാറ്ററ്റോണിക് അടുത്ത ടൈപ്പാണ്. കാറ്ററ്റോണിക് റയർ ആണ് കമ്പയർഡ് ടു അതർ ടൈപ്പ്. ഇറ്റ് ഈസ് വെരി റയർ. ആൻഡ് അൺയൂഷ്വൽ മൂവ്മെന്റ്സ് വരാം. അൺയൂഷ്വൽ മൂവ്മെന്റ്സ്. കാറ്ററ്റോണിക് എക്സൈറ്റ്മെന്റ് എന്നാ പറയാ. അതുപോലെ കാറ്ററ്റോണിക് ഫ്യൂഗ്, ഒരേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. അൺയൂഷ്വൽ മൂവ്മെന്റ്, ഓവർ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റിൽനെസ് വരാം. ഓക്കെ, അൺഎബിൾ ടു ടോക്ക്, അൺഎബിൾ ടു ടോക്ക്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഏറ്റക്കുറച്ചിലാണ് കേട്ടോ. അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ഓഫ് പാരനോയിഡ്, ഹെമിഫ്രീനിക്, കാറ്ററ്റോണിക്. അൺഡിഫറൻഷിയേറ്റഡ്, that is the mixed of paranoid, എബിഫ്രീനിക് ആൻഡ് കാറ്ററ്റോണിക്. അങ്ങനെ വരുന്നതാണ് അൺഡിഫറൻഷിയേറ്റഡ്. ഇനി റെസിജ്വൽ എന്നൊരു ടൈപ്പ് ഉണ്ട്. റെസിജ്വൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് സൈക്കോസിസ് വിത്ത് നെഗറ്റീവ് സിംറ്റംസ്. പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് സൈക്കോസിസ്, നേരത്തെ ഒരു സൈക്കോസിന്റെ ഹിസ്റ്ററി ഉണ്ടാവും വിത്ത് നെഗറ്റീവ് സിംറ്റംസ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട് സ്കിസോഫ്രീനിയയില്. ജസ്റ്റ് പെട്ടെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ എഴുതുന്നത് വ്യക്തമാകുന്നുണ്ടോ? അതോ ഈ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാക്കാം. പോസിറ്റീവ്, നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട്. ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ, കുറെ വലുതായി പോയി ചുമൂട്. ഡെലൂഷൻ, പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ, ഹാലുസിനേഷൻ, കാറ്ററ്റോണിയ. കാറ്ററ്റോണിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ മോട്ടോർ ആക്ടിവിറ്റി ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് സിംറ്റംസ്. ഡെലൂഷൻ, ഹാലുസിനേഷൻ, കാറ്ററ്റോണിയ, ദാറ്റ് ഈസ് ദ അബ്നോർമൽ മോട്ടോർ ആക്ടിവിറ്റി. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് എഫക്റ്റ്, റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ, ഫേസ്, അതായത് മാസ്ക് ലൈക്ക് ഫേസ് ആണ്. ഫ്ലാറ്റ് എഫക്റ്റ്, മാസ്ക് ലൈക്ക് ഫേസ്, ഒരു മാസ്ക് വെച്ച പോലെ മുഖം, അത് എക്സ്പ്രഷൻ കുറവായിരിക്കും. പുവർ ഐ കോണ്ടാക്ട്, അലോജിയ മീൻസ് ലാക്ക് ഓഫ് സ്പീച്ച്, അവോളിഷൻ, ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്, ഒരു തുടക്കം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അനഡോണിയ ഒക്കെ നെഗറ്റീവ് ആണ്. അതായത് ലാക്ക് ഓഫ് പ്ലഷർ ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ്.
അസോഷ്യാലിറ്റി, സോഷ്യൽ ഉണ്ടാവില്ല. അതുപോലെ അപ്പതി എന്ന് പറഞ്ഞാലും ലാക്ക് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. റിലക്റ്റന്റ് ടു പെർഫോം എവറിഡേ ടാസ്ക്, അറ്റൻഷൻ കുറയും. അപ്പൊ ഇതൊക്കെയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്. നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ.